കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യേശു സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം, അത് മനസ്സിലാക്കണം. അതിനാണ് ദൈവവചനം നമ്മെ സഹായിക്കുന്നത്. ദൈവവചനം വായിക്കുകയും ദൈവവചനം നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള ആ സ്നേഹം എന്താണ്, കരുതൽ എന്താണ് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഒരു നല്ല സന്ദേശം കേൾക്കാൻ പോവുകയാണ്. ചെങ്ങമനാട്ട് വെച്ച് നടന്ന TV പ്രേക്ഷക സംഗമത്തിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ സംസാരിച്ച ഒരു മനോഹരമായ സന്ദേശം നമ്മൾക്ക് ഇന്ന് കേൾക്കാം. പ്രാർത്ഥനയോടെ ആ മീറ്റിങ്ങിലേക്ക് നമുക്ക് കടന്നു പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തോമസ് കുട്ടി 2006 ഞാനിവിടെ വരുന്നത്. എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ യൂറിൻ സംബന്ധമായ പ്രോബ്ലം ആയിരുന്നു. യൂറിൻ പാസ് ചെയ്യുമ്പോൾ നിൽക്കാതെ പോകും, എങ്ങും പാനൊക്കത്തില്ല. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാതെ പോകും, എങ്ങും പാനൊക്കത്തില്ല, നിൽക്കാതെ പൊയ്ക്കൊണ്ടിരിക്കും. വീട്ടിൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഡ്രസ്സ് മാറണം. എത്ര വർഷം മുമ്പ്? ഇതിപ്പം 7 വർഷമായി ഇതിലേക്ക് വന്നിട്ട്. ഇപ്പം 2.5 വർഷമായിട്ട് ഈ പ്രയാസം ഉണ്ടായിരുന്നു. 2.5 വർഷത്തോളം ഇങ്ങനെ ഇത് തുടരുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറയാം, ജീവിതം പോലും മടുത്തു. കാരണം ഇത് നമുക്ക് ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് നമുക്ക് ആരുടെ തുറന്നു പറയാൻ വയ്യ. ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഡോക്ടറെ കാണുമല്ലോ, ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, അവർ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പം ഒരു മെഡിസിൻ എഴുതി തരും. അത് കാണിച്ചു, അത് മാറുന്നില്ലെന്ന് പറഞ്ഞാൽ അടുത്തവർ എഴുതി തരും. അത് കഴിച്ചു മടുത്തു. ഇത് എന്തുകൊണ്ടാന്ന് അവർ പറയുന്നില്ല, ഇത് കഴിക്കുക, അത് മാറും, മാറുന്നൊരു വാക്കേ അവർ പറയത്തുള്ളൂ. ശരി. അങ്ങനെ ഇവിടെ പുനലൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. അങ്ങനെ ആ ഇരിക്കുന്ന അവസ്ഥയില്ല ഞാൻ ഈ സ്വർഗീയ വിരുന്നിന്റെ TV-യിലെ പ്രോഗ്രാം ഞാൻ കാണുന്നത്. TV-യിലെ പ്രോഗ്രാം ഞാൻ കണ്ടു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കാണിച്ചു, മാറുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയാണെന്നും പറഞ്ഞാൽ TV ഞാൻ വെക്കുന്നത്, പ്രാർത്ഥനയാണെന്നും പറഞ്ഞാൽ വെക്കുന്നത്. സമാധാനം കിട്ടട്ടെ. അതായത് ഇതിൻ്റെ എല്ലാം ഭാരം കാരണം രാത്രി ഉറക്കമില്ല. അങ്ങനെ സമയം പോട്ടെന്ന് പറഞ്ഞ് രാവിലെ 6:30-ക്ക് സൂര്യ ചാനൽ ഓൺ ചെയ്തു. സമയം പോട്ടെന്ന് പറഞ്ഞ് TV ഒന്ന് ഓൺ ചെയ്തു. അതിലെന്തെങ്കിലും പ്രോഗ്രാം കാണുമ്പോൾ സമയം പോകുമല്ലോ എന്ന് പറഞ്ഞ് TV ഓൺ ചെയ്തതാണ്. അത്ഭുതം എന്ന് പറയട്ടെ, 6:30-ക്ക് ഹെവൻലി ബീസ്റ്റിൻ്റെ പ്രാർത്ഥന ഞാൻ കണ്ടത്. ഇന്ന് തോമസ് കുട്ടി വെറുതെ TV-യിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു അത്ഭുതം ചെയ്യുന്നവനാ, യേശു വെടിവെക്കുന്നവനാ. ഇത് കാണുന്ന ആരായിരുന്നാലും ശരി, ഇന്ന് യേശു നിങ്ങൾ ഇരിക്കുന്ന റൂമിലിരുന്ന്, നിങ്ങൾ എങ്ങും വരണമെന്ന് ഞങ്ങൾ പറയത്തില്ല, ഇരുന്ന റൂമിൽ നിന്ന് യേശുവെ എന്ന് വിളിച്ചാൽ നിങ്ങളുടെ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് എന്നെ ഒരുപാട് സ്പർശിച്ചു. കാരണം ഞാൻ ഇങ്ങനെ എല്ലാവരും പറയും ഇവിടെ വന്നാൽ വിടുതലാവെന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു വാക്ക്, യേശുവെ ഇരുന്ന രീതിയിൽ യേശു എന്ന് വിളിച്ചാൽ യേശു അത്ഭുതം ചെയ്യുമോ, യേശു വിടിവിക്കുമോ എന്നുള്ളൊരു വാക്ക് എന്നെ ഒരുപാട് സ്പർശിച്ചു. ആ വാക്ക് അതാണ് സത്യം. അതിനുശേഷം എനിക്ക് ഈ പ്രാർത്ഥന ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആരെയും കുറ്റം പറയുന്നില്ല, ഒന്നിനും കുറ്റം. ഈ പ്രാർത്ഥന എന്നെ ഒരുപാട് ടച്ച് ചെയ്തു. പിന്നെ മുതൽ നടക്കുന്ന കാര്യം, എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 6:30-ക്ക് ആരോ എന്നെ തട്ടി ഉണർത്തും. ഞാൻ TV-യുടെ മുമ്പിൽ പോയി ഈ പ്രാർത്ഥന കാണും. എനിക്ക് ഒരു സന്തോഷം ഉള്ളത്തിൽ വന്നു. സന്തോഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ TV-യിലൂടെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്, 2006 ചെങ്ങമനാട് ആരോ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രാർത്ഥന വരുന്നുണ്ട്. ഇതേ ഓഡിറ്റോറിയത്തിൽ തന്നെ, ഇത് വെച്ച് തന്നെ സൗഖ്യം നടക്കുന്നത്. ഇപ്പം 6-7 വർഷമായി. 2006 നടന്നത്. 2006 ഇതേ ഓഡിറ്റോറിയത്തിൽ ചെങ്ങമനാട് വെച്ച് നടന്ന മീറ്റിംഗിൽ ഈ ബ്രദർ സൗഖ്യമായി. അപ്പൊ പല ആഴ്ച ഇത് കണ്ടു, പല ആഴ്ചയിലും കണ്ടു. അപ്പൊ ഇന്നിവിടെ അന്ന് ഈ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞ് വന്നു. ഞാൻ മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞല്ല വന്നത്. ഇവിടെ ഞാൻ ഈ TV കാണിച്ചു. പക്ഷേ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതിലൂടെ ബസ്സിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഈ മീറ്റിംഗിന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മറന്നുപോയി. ബസ്സിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം തങ്കുവന തോമസുണ്ട് ഫ്ലെക്സ് ബോർഡ് ഇതിൻ്റെ വെളിയിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അന്ന് കണ്ടപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മറന്നുപോയി. പക്ഷേ ആ ഫ്ലെക്സ് ബോർഡ് കണ്ടപ്പം എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, അന്ന് ഞാൻ TV കണ്ട ബ്രദർമാരാണെന്നല്ലോ ഇത്, ഞാൻ പോകണമെന്ന് പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വേറൊന്നും ചിന്തിക്കാതെ ആവശ്യമായി ഞാൻ അവിടെ ഇറങ്ങി.
ഇറങ്ങി ഞാനിവിടെ കയറി വന്നു. ഏറ്റവും ആ സൈഡിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആ സൈഡിലാണ് ഞാൻ ഇരുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ മൊത്തവും ചെയർ മൊത്തവും ഫുള്ളായി. രണ്ടാമത് ചെയർ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് സഹോദരന്മാർ പോയി ചെയർ എടുത്തുകൊണ്ട് വന്നു. ഞാൻ അപ്പോൾ വരുമ്പോഴും എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ എന്ന് വെച്ചാൽ ചെറിയൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഡോക്ടർമാർ വേണ്ട, മെഡിക്കൽ സ്റ്റോറൊന്നും വേണ്ടല്ലോ എന്ന് പറയുന്നുമുണ്ട്, ചെറിയൊരു വിശ്വാസമുണ്ട്. അങ്ങനെ വന്നിരുന്നപ്പം ഇവിടെ എൻ്റെ അടുത്ത് വീൽ ചെയറിൽ വന്ന രോഗി, ഇപ്പോൾ പുള്ളിക്കാരന് വർഷങ്ങളായി എഴുന്നേക്കാൻ വയ്യ, വളരെ പ്രയാസപ്പെട്ട് 4 ചെയർ പൊക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഈ രോഗി സൗഖ്യമാകുന്നെങ്കിൽ എനിക്ക് വിശ്വാസം വരും, ഈ രോഗി സൗഖ്യമാകുന്ന എൻ്റെ അസുഖം മാറും ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ തോമസോട് വിളിച്ച് പറയുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന, രോഗി സൗഖ്യമാകും, വീൽ ചെയറിൽ എഴുന്നേക്കണമെന്നല്ല തോമസോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ വീൽ ചെയറിൽ ഇരുന്ന് രോഗി പുള്ളിക്കാരൻ എഴുന്നേക്കാൻ ഇങ്ങനെ ശ്രമിക്കുക, പുള്ളിക്കാരോട് പറഞ്ഞ പക്ഷേ പുള്ളി ശ്രമിക്കുക. അങ്ങനെ തോമസോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പുള്ളി ചാടി അങ്ങ് എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റതും ശരിക്കും പറഞ്ഞാൽ ഞാനും കരം പൊക്കി ഒരക്ക വിളി, യേശുവേ എന്നൊരു വിളി ഞാൻ വിളിച്ചു. യേശു എന്ന് വിളിച്ചത് ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല, അതുവരെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന ആൾ അന്ന് ഞാൻ നോക്കുന്നില്ല, കണ്ണടച്ച് ഒറ്റ വിളി യേശു എന്ന് വിളിച്ചത് എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായി. അത് കറണ്ട് അടിക്കുന്നൊരു ഷോക്ക് എനിക്ക് ഉണ്ടായി. എൻ്റെ ഉള്ളിൽ ആരോ പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. അങ്ങ് പെട്ടെന്ന് തോമസോട് പറഞ്ഞു, രോഗികൾ ഒരുപാട് പേര് സൗഖ്യമായിട്ടുണ്ട്, നിങ്ങൾ അടങ്ങിയിരിക്കാതെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഈ ഉള്ളിൽ ഞാൻ കേട്ട ശബ്ദം പിന്നെയും പറയുക, സൗഖ്യമാക്കി, ഇനി പോയി ചെക്ക് ചെയ്യാൻ പറയുക. ഞാൻ അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ ആ അത്ഭുതം, ആ രോഗ സൗഖ്യം അവിടെ സൗഖ്യമായി. അതിനുശേഷം അവിടെ പ്രയാസം അന്നേരം തന്നെ ടോയ്ലറ്റിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ആ വിഷയം പിന്നെ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ആ വിഷയം പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പോയി നോക്കുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടോ ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോ ഇത്രയും വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. 2.5 വർഷം ഉണ്ടായിരുന്ന രോഗം യേശു തൊട്ടു, പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. യേശു ജീവനോടെ ഉണ്ട്. യേശു തൊട്ടു, ഞങ്ങൾ ആരും കൈവച്ചില്ല, സഹോദരൻ തന്നെ യേശുവേ എന്ന് വിളിച്ചു. അത് പറയാനാ ഇന്നും ഇവിടെ വന്നിരിക്കുന്ന. യേശുവേ എന്നൊരൊറ്റ വിളിയിൽ ഇന്നും ഇവിടെ അത്ഭുതം നടക്കാൻ പോവാ. എനിക്ക് ധൈര്യത്തോടെ പറയാം, ഇന്ന് എന്നെ കേൾക്കുന്നവരാരുമാകട്ടെ, നിങ്ങളൊരു രാജ്യ നേതാവാകാം, ഒരു വക്കീലാകാം, ഡോക്ടറാകാം, നിങ്ങളുടെ പേരെന്തുമാകട്ടെ, മതമേതാകട്ടെ, ജാതി ഏകതാകട്ടെ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നിനക്ക് വേണ്ടി അയച്ച് സ്വീകരിക്കണമോ വേണ്ടയോ അവരവരാ തീരുമാനിക്കണം. യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ ഒരു നിർബന്ധിതമായ പരിപാടി ഇല്ല. പലരും പറയും ഞങ്ങളെ നിർബന്ധിച്ചൊന്നും ചെയ്യത്തില്ല. യേശുക്രിസ്തുവിന്റെ ഒരു വചനം തന്നെ ഇങ്ങനെയാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അടുത്തിരിക്കുന്ന ആൾ പറ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പൂട്ട് പുറത്തു നിന്നല്ല അകത്തു നിന്നാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തുറക്കാനൊക്കത്തുള്ളെന്ന് പറഞ്ഞു. ഇതാർക്കും നിർബന്ധിച്ച് ചെയ്യാനൊക്കത്തില്ല. യേശു പറയാൻ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. എന്നിട്ട് യേശു പറഞ്ഞു, കള്ളൻ വരുന്നത് അവൻ വേറെ വഴിയായി വീട്ടിൽ കടക്കുന്നു, വാതിലിലൂടെ അല്ല അതിക്രമിച്ച് കടക്കും, നിർബന്ധിച്ച് കടക്കും, എന്നാൽ വാതിലിലൂടെ കടക്കുന്നവനോ ഇടയനാകുന്നു. എന്നിട്ട് പറയാം, ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും, പക്ഷെ നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രം. എന്നാൽ സാത്താനെ കുറിച്ച് പറയാണ്, അവൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. എൻ്റെ വീട്ടിലവൻ കയറിയപ്പോൾ ആരോഗ്യം മോഷ്ടിച്ചു, സമാധാനം മോഷ്ടിച്ചു, വീട്ടിലെ സ്വരച്ചേർച്ചകൾ മോഷ്ടിച്ചു, സാമ്പത്തികം മോഷ്ടിച്ചു, ആരോഗ്യം മോഷ്ടിച്ചു, വിദ്യാഭ്യാസം മോഷ്ടിച്ചു, നന്മകൾ മുഴുവൻ, നല്ലത് മുഴുവൻ, വിലപ്പെട്ടത് മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സാത്താൻ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ദൈവം അഥവാ ഈശ്വരൻ അല്ല തിന്മകൾ തന്നിരിക്കുന്നത്. ഒരു കാലത്ത് ഞാനും ദൈവം എനിക്കിട്ട് തിന്മയൊന്നും ചെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വല്ല സ്വോത്രകാഴ്ചയൊക്കെ ഇട്ടാൽ ദൈവം നമ്മളെ അടിക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. ഓരോ തവണയും വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ, ദൈവമേ ഇന്ന് നമ്മളെ കുഴയ്ക്കല്ലേ. അന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ദൈവം നമ്മുടെ വണ്ടിയെ പോകുമ്പോൾ വഴിയിലൊക്കെ ഇരുന്ന് നമ്മുടെ ടയറൊക്കെ പഞ്ചറാക്കും. അങ്ങനല്ല. യേശു ക്രിസ്തു വ്യക്തമായി, യഹൂദനും ഈ ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ മക്കൾ ചോദിച്ചാൽ, അപ്പം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? കല്ല് കൊടുക്കില്ല. മീൻ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കില്ല നിങ്ങൾ മനുഷ്യര്. മുട്ട ചോദിച്ചാൽ തേളിനെ
കൊടുക്കത്തില്ല. കൊട്ടാരക്കരക്കാർ അങ്ങനെ വല്ലവരും ഉണ്ടോ? പിള്ളേർ മുട്ട ചോദിക്കുമ്പോൾ തേളിനെ പിടിച്ചു കൊടുക്കുന്ന അമ്മമാര് എന്ത് നല്ല അമ്മമാരാ. പ്രൈസലോ. നിങ്ങൾ ആരും അത് ചെയ്യത്തില്ലല്ലോ. യേശു പറയാ, അങ്ങനെയാണെങ്കിൽ ദോഷികളായ മനുഷ്യരായ നിങ്ങൾ, പാപികളായ മനുഷ്യരായ നിങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു തിന്മയും ചെയ്യത്തില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നന്മ എത്ര അധികം കൊടുക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരോടും യേശു ക്രിസ്തുവിന്റെ വാക്കിൽ ആശ്രയിച്ച് ധൈര്യപൂർവ്വം ഞാൻ പറയട്ടെ, നിനക്ക് വേദന വരുത്തിയത് ഈശ്വരനല്ല. നിന്റെ കയ്യിൽ നിന്ന് ഇച്ചിരി പൈസ മേടിച്ച് നിന്റെ വേദന മാറ്റുന്നവനല്ല കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനൊരു വേദന എടുത്താൽ അമ്മ ഇങ്ങനെ കരയും, എനിക്ക് ഈ വേദന ഇങ്ങനെ തന്നേരം എൻ്റെ കുഞ്ഞിനെ വിടുവിച്ചേര് പറയില്ലേ? അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് നമ്മുടെ ഈശ്വരൻ ദൈവം തമ്പുരാൻ. അവനാ മനുഷ്യനായിട്ട് ഇവിടെ വന്നത്. നമ്മളെങ്ങനെ ഏശയ്യാ പ്രവാചകൻ ദൈവം മനുഷ്യനായിട്ട് പിറക്കുന്നതിന് 700 വർഷം മുമ്പ് ദീർഘദർശനാത്മാവിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, ദൈവപുത്രൻ വരുമ്പോൾ, ക്രിസ്തു വരുമ്പോൾ, ദൈവം മനുഷ്യനായിട്ട് വരുമ്പോൾ അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിക്കും, നമ്മുടെ വേദനകളെ ചുമക്കും, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ ഏറ്റെടുക്കും. മനുഷ്യർക്ക് വേദന തരുന്ന ഒരു ദൈവത്തെ പ്രസംഗിക്കാനല്ല, മനുഷ്യന്റെ വേദന തൻ്റെ മേൽ ഏറ്റെടുക്കുന്ന ഒരു നല്ല കർത്താവിനെ ഇന്ന് പകൽ ഉയർത്തുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, ഈ രോഗം കർത്താവ് തന്നത് അല്ല. ഈ ദൈവമക്കൾ തന്നെ, സഭയിലെ വിശ്വാസികൾ തന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവ് എനിക്കൊരു രോഗം തന്ന് എന്നെ ഓടിച്ചു മടക്കിയെന്ന്. ചില മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുള്ള വിശ്വാസികളായ സഹോദരിമാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവേ, എൻ്റെ ഭർത്താവിന് ഒരു രോഗം കൊടുത്ത് കട്ടിലെ തളർത്തിയിട്ടിട്ടാണേലും വേണ്ടുകാല ഒന്ന് രക്ഷിച്ചാൽ മതി. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ കർത്താവിന് ആ പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. ഈ ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയണോ? പഴയ നിയമത്തിൽ മുഴുവൻ വായിച്ചാൽ നമുക്ക് പിടികിട്ടില്ല. കാരണം പഴയ നിയമം, ക്രിസ്തുവിന് മുമ്പ് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് മനുഷ്യന് കിട്ടിയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 1:18 വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈശ്വരനെ എല്ലാവർക്കും അറിയാം, യഹൂദനെ അറിയാം, ലോക ജനതകൾക്ക് ഈശ്വരൻ സൃഷ്ടിതാവാന്നും ഒക്കെ അറിയാം. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഇവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ യെശയ്യാവും യിരെമ്യാവും മോശയൊക്കെ ദൈവത്തിൻ്റെ കാര്യം എഴുതി, ദൈവത്തിൻ്റെ ജീവചരിത്രം ഒത്തിരി പേരെഴുതി. പക്ഷെ ദൈവത്തിന് പിടിച്ചില്ല. ആ പുസ്തകമൊക്കെ വായിച്ച് നോക്കട്ടെ, എൻ്റെ റിയൽ കാര്യം എഴുതിയിട്ടില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഞാൻ തൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതാൻ പോവാ, ആത്മകഥ എഴുതാൻ പോവാ. പക്ഷെ അതൊരു ഗ്രന്ഥമായിട്ടല്ല എഴുതിയത്. ആൻഡ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം ജഡമായി തീർന്നു. പുസ്തകമായിട്ടല്ല വന്നൊരു വ്യക്തിയായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞത്, ഇതാ ഞാൻ. അടുത്തിരിക്കുന്ന ആളെ പറ, ദൈവത്തിൻ്റെ ആത്മകഥയാണ് ക്രിസ്തു. ദൈവത്തിൻ്റെ ആത്മകഥ പുസ്തകത്തിൽ ഒതുങ്ങില്ല. അവൻ 2 കാലുള്ളവനായി നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ വളർന്ന നസ്രത്തിൽ ചെന്നു, പഴയ നിയമ ന്യായപ്രമാണം വായിക്കാൻ കൊടുത്തു, അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തു, എന്നിട്ട് അവൻ ഇറങ്ങി. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, പുസ്തകത്തിലല്ല അവൻ ഇരിക്കുന്നത്, നമ്മുടെ മധ്യത്തിലാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 5:39 വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു പറയുക, നിങ്ങൾ തിരുവെഴുത്തുകളുടെ ഗ്രന്ഥങ്ങളെ ഇരുന്ന് പഠിക്കുന്നു, ആ ഗ്രന്ഥങ്ങൾക്കുള്ളിൽ ഞാൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇല്ലില്ല, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എന്നിലേക്ക് ചൂണ്ടിയ ചൂണ്ടുപലകകൾ മാത്രമാണ് മോശയുടെ ഗ്രന്ഥങ്ങൾ, യെശയ്യാവിൻ്റെ ഗ്രന്ഥങ്ങൾ. അവ എനിക്കുള്ള ചൂണ്ടുപലകകൾ മാത്രമാണ്, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ലല്ലോ. അടുത്തിരിക്കുന്ന ആൾ, ഞാൻ പുസ്തകത്തിൻ്റെ ചുറ്റുമായി പോകരുത്, പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ അടുക്കൽ വരണം.
ഇന്ന് ഇത്രയും പേര് ചെങ്ങമനാട് വന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പം വരുന്നത്. ചെങ്ങമനാട് എന്നുള്ള ബോർഡ് നോക്കി നോക്കി വന്നു. പക്ഷെ ചെങ്ങമനാട് എന്നുള്ള ബോർഡിൻ്റെ കീഴെ നിന്നില്ല, ഇങ്ങോട്ട് പോകുന്നു. അടുത്തിരിക്കുന്ന ഞാൻ ബോർഡിൻ്റെ കീഴെ നിൽക്കരുത്. എന്നും പുസ്തകത്തിൻ്റെ ചുറ്റും മാത്രമാകരുത്, പ്രസംഗകരുടെ ചുറ്റുമാകരുത്, തങ്കു ബ്രദറിൻ്റെയും തോമസ് ഊട്ടി ബ്രദറിൻ്റെയും ചുറ്റുമാകരുത്. ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരുവനുണ്ട്, അവനത്രേ ദൈവപുത്രൻ. ഈ ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ ഞാൻ UK വിവിധ സ്ഥലങ്ങളിലും അയർലൻഡിലും ജർമ്മനിയിലും ന്യൂയോർക്കിലും ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ഏതെങ്കിലും സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവരോട് പറയുക. വ്യക്തിപരമായി കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഈ മീറ്റിങ്ങുകളോട് ചേർന്ന് ആ ദിവസങ്ങളിൽ അവസരമെടുക്കുന്നുണ്ട്. UK അതുപോലെ തന്നെ ന്യൂയോർക്കിലും വ്യക്തികളുമായി നേരിൽ കണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ അവസരങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇത് കാണുന്നവർ ഈ സ്ഥലങ്ങളിലുള്ളവരെ അറിയിക്കണം. ആ സ്ഥലങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയും കടന്നു വരികയും ചെയ്യുക. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കും. തോമസ് ഊട്ടി ബ്രദർ UK ശുശ്രൂഷിക്കുന്നു. ബെൽഫാസ്റ്റ് ജൂൺ 12 വെള്ളി വൈകിട്ട് 6 മദർവെൽ ഗ്ലാസ്ഗോ ജൂൺ 14 ഞായർ. തോമസ് ഊട്ടി ബ്രദർ അയർലൻഡിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 13 ശനി ഡബ്ലിൻ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ വിളിക്കുക. തോമസ് ഊട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ മന്ത്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈയോടുകൂടെ നമ്മൾ അവസാനിക്കുകയാണ്. എല്ലാവരും പ്ലാൻ ചെയ്യണം. നമുക്കൊന്നിച്ച് TV പ്രോഗ്രാമിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും, സ്റ്റുഡിയോയ്ക്കും, നമ്മുടെ റിട്രൈവിംഗ് സിസ്റ്റം, ക്യാമറാസ് എല്ലാത്തിനും വേണ്ടി നമുക്കൊന്നിച്ച് കരങ്ങൾ കോർക്കാം. അനേകരുടെ വിടുതലായിത്തീരും. ഇന്ന് നമ്മൾ കണ്ട അത്ഭുത സാക്ഷ്യം പോലെ എത്രയോ ഭവനങ്ങൾ ഇനിയും വിടുവിക്കപ്പെടുവാൻ ഇരിക്കുന്നു. ഈ സുവിശേഷത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് കൈകോർക്കാം. ഈ മിഷൻ മന്ത്സിൻ്റെ കാര്യങ്ങൾക്ക് ഉള്ള നമ്പറും നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭ്യമാണ്. ആ നമ്പറിൽ വിളിക്കണം. സ്വർഗീയവിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9473566682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തുടർന്ന് സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. കർത്താവ് ഈ ഭൂമിയിൽ യേശു വന്ന് വെളിപ്പെടുത്തിയത് ഒരു കാര്യം കൂടെ, നമ്മുടെ വേദനയും നമ്മുടെ രോഗവും ഒക്കെ വഹിക്കാൻ വന്ന ഒരു അമ്മയെ പോലെ, ഒരു അപ്പനെ പോലെ. ദൈവം നമ്മുടെ പിതാവും നമ്മുടെ മാതാവുമാണ്. ആ പിതൃത്വവും മാതൃത്വവും സാഹോദര്യത്വവും എന്തെല്ലാം ദൈവത്തിലുള്ള ഗുണങ്ങളുണ്ടോ അത് മുഴുവൻ ഒരുവനിൽ സമ്പൂർണമായി വസിച്ചു. അതത്ര യേശു. ആമേൻ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഇനി ഞാൻ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, പിന്നെ എൻ്റെ സ്നേഹിതന്മാരെന്നത്രേ. വേർക്കിൽ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യരോട് പറയാൻ വേണ്ടി മറിയോട് പറയുക, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് പറയണം, എൻ്റെ പിതാവും അവരുടെ പിതാവുമായ അടുക്കൽ ഞാൻ പോകുന്നു. താൻ ദൈവം നമുക്ക് സഹോദരനാ. പ്രൈസ് ദി ലോർഡ്. വേറെ നമ്മൾ വായിക്കുന്ന ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കത്തില്ല. എന്നാൽ മറന്ന ചരിത്രങ്ങളും ലോകത്തുണ്ട്. ഈ ലോകത്തിൽ ഒരു അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല. ആമേൻ. വേർത്ത് പരിശുദ്ധാത്മാ പറയാണ്, സ്തോത്രം, നിങ്ങളിനി ദൈവത്തെ, യേശു പറയുക, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ നല്ല വിളിക്കേണ്ട, പിന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഡാഡി. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം വെളിപ്പെടുത്തുമ്പോൾ പറയാണ്, ഒരു കാന്തയ്ക്ക്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് എങ്ങനെയോ അങ്ങനെയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിലെ ബന്ധങ്ങൾക്കൊന്നും ഒരപ്പൻ മാത്രമെന്ന് പറഞ്ഞാൽ ദൈവത്തെ നിർവചിക്കാനൊക്കില്ല. ദൈവത്തിൻ്റെ അകത്തൊരു അപ്പനുണ്ട്, ദൈവത്തിൻ്റെ അകത്തൊരു അമ്മയുണ്ട്. ആമേൻ. മാതൃത്വമുണ്ട് ദൈവത്തിന്. എൽ ഷദായി എന്ന പദം തന്നെ, ദൈവത്തെക്കുറിച്ചുള്ള പദം തന്നെ ദൈവത്തിൻ്റെ മാതൃത്വം കൂടെ വെളിപ്പെടുത്തുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലുള്ളൊരു സഹോദരനുണ്ട്, ദൈവത്തിലൊരു കാന്തനുണ്ട്, ദൈവത്തിലൊരു ഡോക്ടറുണ്ട്, ദൈവത്തിലൊരു ഗുരുവുണ്ട്. ചുരുക്കി
പറഞ്ഞാൽ ഇന്ന് ലോകത്ത് കാണുന്ന ടീച്ചേഴ്സ് എന്തെല്ലാം നമ്മൾ ലോകത്ത് കാണുന്നുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ നിറങ്ങളിൽ ഒരു നിറം മാത്രമാണ്. നമുക്കറിയാമല്ലോ, യേശുക്രിസ്തുവിനെ നീതി സൂര്യൻ എന്നാണ് വിളിക്കുന്നത്. സൂര്യപ്രകാശം കണ്ടാൽ വലിയ പ്രകാശമാണ്. പക്ഷേ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ആ സൂര്യപ്രകാശത്തെ സൂര്യപ്രകാശത്തിനകത്ത് 7 നിറങ്ങളുണ്ട് ഇല്ലേ? വയലറ്റ് മുതൽ റെഡ് വരെയുള്ള 7 നിറങ്ങൾ മഴവില്ലിൽ കാണുന്നില്ലേ? അത്രയും നിറങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ വെളിച്ചമാണ്. യേശുവിനെ കണ്ടവരൊക്കെ ഒരു വലിയ വെളിച്ചമായിട്ടാണ് കണ്ട്. ദൈവം തമ്പുരാൻ വെളിച്ചമാ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാ. ആ കർത്താവിൻ്റെ വെളിച്ചത്തിൽ വർണ്ണശബളമാണ് കർത്താവ്. കർത്താവിൻ്റെ ഓരോ നിറങ്ങൾ അവൻ്റെ ദിവ്യ സ്വഭാവങ്ങളാ. അതിനകത്ത് മാതൃത്വമുണ്ട്, അതിനകത്ത് പിതൃത്വമുണ്ട്, അതിനകത്ത് ഭർത്തൃത്വമുണ്ട്, അതിനകത്ത് ഒരു സഹോദരനുണ്ട്. അതാണ് ദൈവം. അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിൽ പറയുക, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അവനില യേശു ക്രിസ്തു ഒരു ജഡത്തിൽ ദൈവം പൂർണ്ണമായി ചുരുങ്ങി, എന്നിട്ട് നമ്മുടെ ഇടയിൽ വന്ന് നടന്നു. അല്ലാതെ ക്രിസ്ത്യാനിയുടെ ദൈവം അല്ല യേശു. അടുത്തിരിക്കുന്ന ആൾ പറ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു ഈശ്വരനേ ഉള്ളൂ. ആ ഈശ്വരൻ സ്നേഹവാനാണെന്നും നമ്മളുടെയൊക്കെ തടസ്സങ്ങൾ വരുത്തുന്നവനല്ലെന്നും നമ്മളെ ശിക്ഷിക്കാൻ വന്നവനല്ലെന്നും മറിച്ച് നമ്മുടെ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ വന്ന സ്നേഹവാനായ അപ്പനാ ദൈവം എന്ന് വെളിപ്പെടുത്താൻ ഒരു ഗ്രന്ഥങ്ങളാലും പഴയ നിയമ ഗ്രന്ഥങ്ങളാലും കഴിയാതിരുന്നപ്പോൾ ദൈവം സ്വയം താൻ തന്നെ ഒരു ഗ്രന്ഥമായി ഇറങ്ങി വന്നു. അതത്ര യേശു. അതുകൊണ്ടാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു. ദൈവമാകുന്ന പുസ്തകം, ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ ആ ദൈവം തമ്പുരാൻ മനുഷ്യന് വായിച്ചറിയുവാൻ ഗ്രന്ഥമായിട്ടല്ല, ദിവ്യ സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യനായിട്ട് ഇവിടെ ഇറങ്ങി വന്നു. അതത്ര യേശു. ആമേൻ. അന്നവൻ കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ അതുവരെ നടപ്പിലിരുന്ന രീതി, കുഷ്ഠരോഗിയെ അശുദ്ധൻ എന്ന് വിളിച്ച് മാറ്റി നിർത്തും. സ്വന്തം ഭാര്യ പോലും സ്വന്തം മക്കൾ പോലും ഒരാൾക്ക് കുഷ്ഠരോഗം വന്നാൽ വീട്ടിൽ നിന്ന് വെളിയിലാക്കി കളയും. എന്നാൽ നമ്മുടെ കർത്താവ്, സ്തോത്രം, മാനവജാതിയുടെ ദൈവമാം രക്ഷകൻ, മനുഷ്യനായി അവതരിച്ച കർത്താവ് കുഷ്ഠരോഗിയുടെ അടുക്കൽ ചെന്ന് മാറി നിൽക്കാനല്ല പറഞ്ഞത്, അവനെ തൊട്ടിട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. മാറി നിൽക്കാൻ നിന്നോട് അനേകർ പറഞ്ഞു കാണും, യേശു വന്നത് കയറി നിൽക്കാൻ പറയാൻ. ആ അത്ഭുത സാക്ഷ്യം നിങ്ങൾ കണ്ടില്ലേ? എത്രയോ അത്ഭുതമാണ് അല്ലേ? സ്തോത്രം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ അത്ഭുതത്തോടെ യേശുവേ എന്ന് വിളിച്ച നിമിഷം തന്നെ ആ പ്രിയ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവർ, ഇതാ കാര്യം. യേശുവിൽ അവൻ്റെ നാമം വിളിക്കുന്ന ഏവനെയും കർത്താവ് രക്ഷിക്കുമെന്ന് ദൈവവചനം പറയുക. ഇന്ന് ആര് യേശുവിൻ്റെ നാമം വിളിച്ചാലും ആ രക്ഷ നമ്മുടെ ജീവിതത്തിലും വരും. ഇന്ന് രോഗികളാണെങ്കിൽ യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ അവിടെ സൗഖ്യം വരും. നിങ്ങളുടെ ആ ജീവിതത്തിലെ കടഭാരം അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വിഷയം, അതിന്മേൽ യേശുവിനെ ഒരു അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. കാരണം യേശു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം വളരെ വിലപ്പെട്ടതത്രേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചേർന്ന് ആ നാമം ഒന്ന് വിളിക്കാം, ആ യേശുവിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോവുക. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ഒരുപാട് രോഗികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. വാസ്തവത്തിൽ കണ്ണിന് കാഴ്ച തകരാറുള്ളവർ, പ്രത്യേകിച്ച് ഡയബറ്റീസ് മൂർച്ഛിച്ചിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന രോഗം ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയ വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ സ്പ്ലിറ്റ് വിഷൻ എന്ന് പറയുന്ന അവസ്ഥയിലൂടെ ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ പലതായി കാണുന്ന ആ അനുഭവം ഇന്ന് എൻ്റെ യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. അതുപോലെ തന്നെ ശരീരത്തിൽ തളർച്ച ബാധിച്ചവർ, ശരീരത്തിൻ്റെ ആ കോർഡിനേഷൻ നഷ്ടപ്പെട്ടവർ, അവർക്കെല്ലാം ഇന്ന് കർത്താവ് സൗഖ്യം തരും. നമുക്ക് ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ്. ആ അത്ഭുതം നമുക്കൊന്ന് പ്രാപിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നമുക്കതൊന്ന് നേടിയെടുക്കാം. ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുന്നു. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പൊന്നേശുവെ, ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരികയാണ്. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദി പറയുന്നു കർത്താവേ. യേശു ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് യേശു ദാനമായി തന്ന അധികാരത്തിലൂടെ
വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്ന് അങ്ങ് പറഞ്ഞ വചനത്തിലൂടെ ഇന്ന് ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകുവാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കണ്ണുകൾക്ക് കാഴ്ച തകരാർ വന്നവർ, പ്രത്യേകിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന രോഗം ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയവർ, നഷ്ടപ്പെട്ടവർ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ റെറ്റിനയുടെ കേട് മാറിപ്പോകട്ടെ. പൂർണ്ണമായ സൗഖ്യം, കേടുവന്നത് മാറി പുതിയത് അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. പൂർണ്ണമായ കാഴ്ചശക്തി ഇപ്പോൾ തന്നെ മടങ്ങി വരട്ടെ. ചെവിയുടെ കേൾവി തകരാർ മാറിപ്പോകട്ടെ. ശരീരത്തിലെ വേദനകൾ മാറട്ടെ. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ വേദന, നട്ടലിൻ്റെ വളവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിവർന്നു വരട്ടെ. പൂർണ്ണമായ സൗഖ്യം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യുന്നവനാണ്. ഞങ്ങൾക്ക് തന്ന അധികാരത്തിനായി നന്ദി. ആ അധികാരം ഇപ്പോൾ തന്നെ സൗഖ്യമായി വെളിപ്പെട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ കേട്ടതിനായി നന്ദി യേശുവേ. സകലതും എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ആ കണ്ണിൻ്റെ കാഴ്ച തകരാർ മാറിക്കഴിഞ്ഞു. ആ കാണാൻ വയ്യാതിരുന്ന കണ്ണ് തുറന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വേദന മാറി. ആ വളഞ്ഞ അസ്ഥി നിവർന്നു വന്ന മുഴ അപ്രത്യക്ഷമായി. രോഗസൗഖ്യം ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞെന്ന്. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ അടങ്ങി നിൽക്കരുത്. സൗഖ്യം തന്ന യേശുവിനൊരു നന്ദി പറയണം. ആദ്യമേ യേശുവെ, എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി എന്ന് വാ തുറന്ന് ശബ്ദത്തിൽ പറയണം. അതിനെ തുടർന്ന് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ മടിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് പ്രാർത്ഥന ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണുള്ളത്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ. തോമസ് ഊട്ടി ബ്രദർ UK ശുശ്രൂഷിക്കുന്നു. ബെൽഫാസ്റ്റ് ജൂൺ 12 വെള്ളി വൈകിട്ട് 6. മദർവെൽ ഗ്ലാസ്ഗോ ജൂൺ 14 ഞായർ. തോമസ് ഊട്ടി ബ്രദർ അയർലൻഡിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 13 ശനി, ഡബ്ലിൻ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ വിളിക്കുക. തോമസ് ഊട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. बहते हुए खून की धार, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे